മഹാനായ റബ്ബുൽ ആലമീൻ അവൻ അനുയോജ്യമായ നിലക്ക് രാവിന്റെ അന്ത്യയാമങ്ങളിൽ ഇറങ്ങി വന്നുകൊണ്ടവൻ ചോദിക്കും, ഫഹൽ മിൻ സായിലിൻ, ചോദിക്കുന്നവരുണ്ടോ തരാം, ഫഹൽ മിൻ മുസ്തഗ്ഫിരിൻ, പാപമോചനക്കരേ റബ്ബേ എന്ന് തേടുന്നവരുണ്ടോ ഞാൻ പൊറുത്തു തരാം, ഫഹൽ മിൻ തായിബ്, തൗബ ചെയ്യുന്നവരുണ്ടോ ഞാൻ തൗബ സ്വീകരിക്കാമെന്ന് പറയുന്ന നേരത്ത്, അതേ ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന നേരത്തൊന്ന് എഴുന്നേറ്റ് ഒരല്പനേരമെങ്കിലും ഒന്ന് നിസ്കരിച്ചു സഹോദരാ. അവിടുന്ന് പറഞ്ഞില്ലേ, അഫ്ശുസ്സലാം, നിങ്ങൾ സലാമിനെ പ്രചരിപ്പിക്കണേ, വാത്തഇമുത്ത്ആം, നിങ്ങൾ അന്നം കൊടുക്കണേ, ഭക്ഷണം കൊടുക്കണേ, വസല്ലൂ ബില്ലൈൽ വന്നാസു നിയാം, ആളുകളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോ രാത്രിയിൽ നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കണേ, തദ്ഖുലുൽ ജന്നത ബിസലാം, സലാമോടുകൂടി ശാന്തിയോടുകൂടി നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. അതേ ആരാരും അറിയാതെ, ഒരുപക്ഷെ തന്റെ ഭാര്യ പോലും അറിയാതെ, തന്റെ ഭർത്താവ് അറിയാതെ, തന്റെ മക്കൾ അറിയാതെ, ഉപ്പയറിയാതെ ഉമ്മയറിയാതെ എഴുന്നേറ്റ് ഉളുവെടുത്ത് റബ്ബിന്റെ മുമ്പിൽ കൈകെട്ടി നിന്നുകൊണ്ട് ഓരോ സഹോദരനും ഒന്ന് ഇന്നത്തെ രാത്രി മുതൽക്ക് തന്നെ ഒന്ന് ചോദിക്കാൻ തുടങ്ങുക, എന്ത്? അല്ലാഹുവേ, ജിബ്രീലിന്റെ റബ്ബേ, മീകായീലിന്റെ റബ്ബേ, ഇസ്രാഫീലിന്റെ റബ്ബേ, ലോകം മുഴുവൻ സൃഷ്ടിച്ചവനായ നാഥ, ദൃശ്യവും അദൃശ്യവും ഒരുപോലെ അറിയുന്ന റബ്ബേ, നീയാണല്ലോ സന്മാർഗത്തിലേക്ക് വഴി നടത്തുന്നവൻ, നീയാണല്ലോ സന്മാർഗത്തിലേക്ക് വഴികാട്ടുന്നവൻ. ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് സമൂഹം അഭിപ്രായ വ്യത്യാസത്തിലാണ്, പലരും പലതിന്റെ പേരിലും തർക്കിക്കുകയാണ്. ഇതിനിടയിൽ പലപ്പോഴും ഞാൻ പതറിപ്പോകുന്നു റബ്ബേ. അതുകൊണ്ട് അത്തരം തർക്കമുള്ള വിഷയങ്ങളിൽ ഇഹ്ദിനീ ലിമഖ്തുലിഫ ഫീഹി മിനൽ ഹഖ് ബിഇദ്നിക ഇന്നക തഹ്ദീ മൻ തശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അഭിപ്രായ വ്യത്യാസങ്ങൾ പലരും പറയുന്നുണ്ട്. എത്ര കാലമാണ് ഈ വാശി, എത്ര കാലമാണ് ഈ വൈരാഗ്യം, എത്ര കാലമാണ് ഈ ഉമ്മയെ മാറ്റിവെക്കൽ, എത്ര കാലമാണ് ഈ മക്കളെ പുറത്താക്കൽ, എത്ര കാലമാണ് ഈ ജ്യേഷ്ഠനും അനുജനും പരസ്പരം തല്ലിപ്പിരിയൽ, എത്ര കാലമാണ് ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് ഒന്നിച്ച് നടന്നിരുന്നവർ ഈ ഭിന്നിച്ച് നിൽക്കൽ. റബ്ബേ, മടുത്തു റബ്ബേ, കഴിയില്ല റബ്ബേ. ഇഹ്ദിനീ, നീ എനിക്ക് വഴി കാണിച്ചു തരണേ, നീ എന്നെ ചേർത്ത് തരണേ. ലിമഖ്തുലിഫ ഫീഹി മിനൽ ഹഖ് ബിഇദ്നിക, നിന്റെ പ്രത്യേക തൗഫീഖ് പ്രകാരം ഹഖേതാണോ അതിലേക്ക് നീ എന്നെ വഴി നടത്തണേ. കാരണം എന്താണ്? ഹിദായത്തിന് വേണ്ടി നിന്നോടല്ലാതെ ഞങ്ങൾക്കൊരാളോടും ചോദിക്കാറില്ലല്ലോ. ഇന്നക തഹ്ദീ മൻ തശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. നീയാണല്ലോ നീ ഉദ്ദേശിക്കുന്നവരെ നേരിന്റെ മാർഗത്തിലേക്ക് വഴി നടത്തുന്നത്. ഇത് നിങ്ങളൊന്ന് ചോദിക്കുക. പതിരാവുകളിൽ എഴുന്നേറ്റ് ഉളുവെടുത്ത് ആരാരും അറിയാതെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിന്റെ മുമ്പിൽ മാത്രം നിൽക്കുന്ന അതേ സല്ലൂ ബില്ലൈൽ വന്നാസു നിയാം, ആളുകളൊക്കെ ഉറക്കിന്റെ ആസ്വാദനത്തിൽ അങ്ങനെ മൂടിപ്പൊതച്ച് കിടന്നുറങ്ങുമ്പോ എഴുന്നേൽക്ക് സഹോദരാ, എഴുന്നേൽക്ക് സഹോദരി, നിന്റെ റബ്ബിനോടൊന്ന് പൊട്ടിക്കരയ്. ഞാൻ ആരെയാണ് മുശ്രിക്കെന്ന് വിളിച്ചത്? ഞാൻ ആരെയാണ് ഒരു പ്രമാണവുമില്ലാതെ ആരുടെ വാക്ക് കേട്ടിട്ടാണ് ഞാൻ ശിർക്കിന്റെ ദുരാരോപണം പറഞ്ഞത്? ആരെയാണ് ഞാൻ പലതും വിളിച്ചു പരിഹസിക്കുന്നത്? റബ്ബേ, നീ എനിക്ക് സത്യം മനസ്സിലാക്കി തരണമെന്ന് മനമുരുകിക്കൊണ്ട് നിങ്ങളങ്ങ് ദുആ ചെയ്യ്. കാര്യങ്ങളൊന്ന് പഠിക്കാനൊരുങ്ങ്. കൃത്യമായി കാര്യം മനസ്സിലാകും പ്രിയമുള്ളവരെ. അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യയാണ്. അതേ, ഉറങ്ങാൻ കിടക്കുമ്പോൾ ആ നിയ്യത്തോടുകൂടെ കിടക്ക്. ദിക്റുകൾ നീ ചൊല്ല്. സുബ്ഹാനല്ലാഹ് 33 പറയ്, അൽഹംദുലില്ലാഹ് 33 പറയ്, അല്ലാഹു അക്ബർ 34 പറയ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഒഴിവാക്കിയിട്ടേ ഇല്ല. അത് കേട്ടവരൊറ്റ സ്വഹാബിയുടെയും ജീവിതത്തിൽ അവരത് ഒഴിവാക്കിയിട്ടില്ല. ഏത് തിരക്ക് പിടിച്ച ദിവസത്തിലും അതവര് ചെയ്തിട്ടുണ്ട്. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറയാണ്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഞാനും ഫാത്തിമയും ഒക്കെ കേട്ടതിന്റെ ശേഷം പിന്നെ ഒരിക്കലും ഞാനത് ചൊല്ലാതെ, ആ ദിക്ർ ചൊല്ലാതെ ഉറങ്ങിയിട്ടില്ല. ആ നേരത്തൊരു സഹാബി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഏറെ ടെൻഷൻ ഉണ്ടായിരുന്ന, ഏറെ തിരക്കുണ്ടായിരുന്ന, ഏറെ ഭാരിച്ച ഔദ്യോഗിക ഉത്തരവാദിത്തം കൈയാളാനുണ്ടായിരുന്ന ഒരു രാത്രി ഉണ്ടായിരുന്നില്ലേ, സിഫീൻ എന്ന് പറയുന്ന യുദ്ധത്തിന്റെ രാത്രി? അന്ന് നിങ്ങൾക്ക് എന്തായാലും ഇത് ചൊല്ലാൻ ടൈം കിട്ടിയിട്ടുണ്ടാവില്ലല്ലോ എന്ന് അവരോട് ചോദിച്ചപ്പോൾ മഹാനായ അലി റളിയല്ലാഹു തആല എന്ന് പറയാണ്, ഒരാലയിലത്തെ സിഫീൻ,
സിഫീനിന്റെ രാത്രിയിൽ പോലും ഞാനത് ഉപേക്ഷ വരുത്തിയിട്ടില്ല. അങ്ങനെ കൃത്യമായി കേട്ടാൽ അത് പ്രവർത്തിക്കുന്ന സഹാബിമാര്, ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹാ സഹാബ വനിത, അതേ നമ്മുടെ ഉമ്മ എന്താ പറഞ്ഞത്? 12 റക്അത്ത് നിസ്കാരത്തെ കുറിച്ച് അവര് പഠിച്ചു. ഏതാ 12 റക്അത്ത് നിസ്കാരം? ഫർദ് നിസ്കാരങ്ങളുടെ മുമ്പും പിറകെയുമൊക്കെയായി സുബഹിക്ക് മുമ്പ് 2 റക്അത്ത്, ളുഹറിന്റെ മുമ്പ് 4, ശേഷം 2, മഗ്രിബിന്റെ ശേഷം 2, ഇശാഇന്റെ ശേഷം 2. ഈ 12 റക്അത്ത് ആരെങ്കിലും പതിവാക്കി സ്ഥിരോത്സാഹത്തോടുകൂടി അത് നിത്യമായി കൊണ്ടു നടക്കുന്നുവെങ്കിൽ അല്ലാഹു അവന് സ്വർഗത്തിൽ ഭവനം പണിതു കൊടുക്കുമെന്ന് പറഞ്ഞ് കേട്ടതിന്റെ ശേഷം പിന്നെ ഒരിക്കലും ഞാനത് വീഴ്ച വരുത്തിയിട്ടില്ല എന്ന് നമ്മുടെ ഉമ്മ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹാ രേഖപ്പെടുത്തുന്നു. ഉമ്മമാരെ, നമ്മൾ എത്ര ഹദീസുകൾ കേട്ടു, എത്ര ദിക്റുകൾ കേട്ടു. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ പറയും തോറും സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒരു ഈത്തപ്പന ഇങ്ങനെ നട്ടുകൊണ്ടിരിക്കുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്.